السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഹത്താ യുഖ്ബദൽ ഇൽമു വതക്സുറ അസ്സലാസിലു വയതഖാറബുസ് സമാനു وتظهر الفتن ويكثر الهرج وهو القتل حتى يكثر فيكم المال فيفيض. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഒരിക്കലും അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യുഖ്ബദൽ ഇൽമു, ഇൽമ് പിടിക്കപ്പെടുന്നത് വരെ, ഇൽമ് ഊരിയെടുക്കപ്പെടുന്നത് വരെ. അത് എങ്ങനെയാണ് എന്ന് മറ്റു ചില ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. ഒരിക്കലും ഇൽമ് ഒരാളുടെ ഹൃദയത്തിൽ നിന്നും അറപ്പിച്ച് കളഞ്ഞ് ആ രൂപത്തിലല്ല ഇൽമ് എന്ത് ചെയ്യുക, ഈ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുക. മറിച്ച് പണ്ഡിതന്മാരുടെ ഉസൂലുകളും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും ശാഖാപരമായ കാര്യങ്ങളും എല്ലാത്തിനെയും സംബന്ധിച്ച് ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് ഊരിയെടുക്കുകയാണ്. അപ്പോൾ പണ്ഡിതന്മാർ അവസാന കാലത്തേക്ക് എന്ത് ചെയ്യും, അവർ മരണപ്പെട്ടു പോകുമെന്നാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ജലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നത് വരേക്കും എന്ത് ചെയ്യൂല, അന്ത്യദിനം സംഭവിക്കുകയില്ല. അന്ത്യദിനത്തിനോട് അടുക്കുന്ന സമയത്ത് ഒരുപാട് ഭൂചലനങ്ങൾ എന്ത് ചെയ്യും, ഭൂമിയിൽ ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, തഖാറബസ് സമാൻ, കാലങ്ങൾ വളരെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ആയിട്ടുള്ളൂ, ഇപ്പോൾ അടുത്ത റമദാനിലേക്ക് എത്തി. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ സംസാരത്തിലൊക്കെ വന്നു പോകുന്ന കാര്യമാണ്. കാലങ്ങൾ അടുക്കുന്നത് വരേക്കും അന്ത്യദിനം സംഭവിക്കുകയില്ല. വീണ്ടും പറഞ്ഞു, വതദ്ഹറൽ ഫിതൻ, അതുപോലെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് വരേക്കും, കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് വരേക്കും അന്ത്യദിനം സംഭവിക്കുകയില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ഇന്നേ ദിവസം ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൊട്ടടുത്ത ദിവസം ജീവിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഫിത്ന കൂടിയിട്ടേ വരുള്ളൂ. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഫിത്നകൾ ഈ ഭൂമിയിൽ അധികരിച്ച് വരുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫിത്ന കുറഞ്ഞുകൊണ്ടായിരിക്കില്ല വരിക, മറിച്ച് ഓരോ ദിവസങ്ങൾ കടന്നു കഴിയുമ്പോഴും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ രൂപത്തിൽ ഫിത്നകൾ വർദ്ധിച്ച് അത് പ്രകടമാകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, അന്ത്യദിനം സംഭവിക്കുമ്പോൾ എത്തും. പിന്നീട് അവിടുന്ന് പറഞ്ഞു, വയക്സുറൽ ഹർജു, ഹർജ് വർദ്ധിക്കുന്നത് വരേക്കും. ഈ ഹർജ് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. അമൽ ഹർജു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ലു, അത് കൊലപാതകമാണ്. നമുക്കറിയാം, ഒരു ദിവസം പോലും ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് പോലും കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലും ചെയ്യുന്നില്ല, നമ്മുടെ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. എന്തെങ്കിലുമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഒരു ദിവസത്തിൽ തന്നെ എന്ത് ചെയ്യും, വർദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണ് ഇവിടെ നമ്മൾ പുലർന്നു കാണുന്നത്. വയക്സുറൽ ഹർജു, കൊലപാതകങ്ങൾ അധികരിക്കുന്നത് വരേക്കും എന്ത് ചെയ്യില്ല, അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിന്മയെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ തിന്മ നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യാണ്, പ്രകടമാവണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിനിമയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ഇത് കണ്ട് ആ തിന്മ ഒരു തിന്മയല്ലാതെയായി തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളു കുടിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞു, പിന്നെ കള്ളുകുടിയന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കരുത് എന്ന് കൂടെ പറഞ്ഞു. എന്തുകൊണ്ട് കള്ളുകുടിയന്മാരുടെ കൂടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു? ആ കള്ളുകൂടി നമ്മൾ കണ്ട് ആ തിന്മയോടുള്ള ഒരു ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയും. ഇതുപോലെ തന്നെ സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ആ തിന്മയോടുള്ള ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ തിന്മ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഏതൊരു തിന്മയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൊലപാതകങ്ങൾ അധികരിക്കുന്നത് വരേക്കും അന്ത്യദിനം സംഭവിക്കുകയില്ല. അവസാനമായി അവിടുന്ന് പറഞ്ഞു, ഹത്താ യക്സുറ ഫീകുമുൽ മാലു ഫയഫീദ, നിങ്ങളിൽ ഒരുവൻ എന്ത് ചെയ്യും, ധനം വല്ലാതെ അധികരിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധനം അധികരിക്കും, എന്നിട്ട് ഫയഫീദ, അത് ഒഴുക്കി വിടേണ്ടുന്ന അവസ്ഥ വരുമെന്ന്. ഈ സംഭവം മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നതിന്റെ ശേഷമുള്ള സംഭവമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച്
അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.